ചേച്ചി ഗുഡ് മോർണിംഗ്. എടാ സമയം ഇപ്പൊ എത്രയെന്നറിയോ? 8 മണി. ഈ സമയത്താണാടാ എഴുന്നേറ്റ് വരുന്നത്? എന്റെ ചേച്ചി, എനിക്ക് ഇന്നൊരു പണിയില്ല, എങ്ങും പോവുകയും വേണ്ട. പിന്നെ എന്തിനാ ഞാൻ രാവിലെ എണീറ്റ് കുത്തിയിരിക്കുന്നു? അതൊക്കെ നീ അളിയനെ കണ്ടുപഠിക്കണം. ജോലി ഉണ്ടേലും ഇല്ലേലും കൃത്യം 6 മണിക്ക് എഴുന്നേക്കും. അളിയനെ കണ്ടെങ്കിൽ പഠിക്കാൻ എനിക്ക് വേല. എന്റെ ചേച്ചി രാവിലെ ഈ തണുപ്പത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങാൻ എന്നാ സുഖമാ. എന്നാ ചായ കുടിക്ക്. താങ്ക് യു. ചേച്ചി, അപ്പുറത്തെ വീട്ടിലെ സാറ് SI ആണെന്നല്ലേ പറഞ്ഞു? ആ, കാര്യമായിട്ടൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തിന്? അല്ല, ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഒരു പോലീസുകാരൻ പരിചയമുള്ളത് വളരെ നല്ലതാ. നമുക്ക് എന്തൊരു അത്യാവശ്യം വന്നാൽ വിളിക്കാലോ. ദേ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ വീട്ടുകാരായിട്ട് വലിയ ലോഹ്യത്തിനൊന്നും നിക്കണ്ട. എടാ, അവര് നമുക്ക് പറ്റിയ ആളുകളല്ലാന്ന്. ആ സത്യപാലൻ സാറുണ്ടല്ലോ, SI, അങ്ങേര് വലിയ കുഴപ്പക്കാരനൊന്നുമില്ല. പക്ഷെ ആ പെണ്ണുമ്പോളെ ഉണ്ടല്ലോ, എന്റെ പൊന്നടാവേ, എന്തൊരു ജാടയാന്നറിയാവോ? വലിയ പഞ്ചായത്ത് മെമ്പറാണെന്നുള്ള ഭാവ. എടാ, ഈ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണോ? ആണോ? ഇനി അതൊക്കെ പോട്ടെ, എന്റെ പൊന്നെ, ആണുങ്ങളെ കാണുമ്പോഴുള്ള കൊഞ്ചലും കുഴലും ഒക്കെ നീ ഒന്ന് കാണണം. ഞങ്ങൾ ഇവിടെ വന്ന അന്ന് തൊട്ട് അവർ ഇച്ചായന്റെ പുറകെ. ഇച്ചായനൊന്ന് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ അവരപ്പ തന്നെ ആ മതിലിൽ വന്ന് വവ്വാൽ തൂങ്ങി കിടക്കുന്ന പോലെ അങ്ങ് കിടക്കും. പിന്നെ എന്റെ ഒരു കണ്ണുള്ളത് കൊണ്ട് അവരുടെ ഓരോ 8 കളി നടക്കൂല. ചേച്ചിക്ക് ഒരു മാറ്റം ഇല്ലല്ലേ? അവിടെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇവിടെ. പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഓരോ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? എന്നാന്നൊന്നും കിട്ടൂല. ആർച്ചേ, വലിയൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഇന്ന് മുതൽ 1 മാസത്തിന് നമ്മളോടൊപ്പം താമസിക്കാൻ ഒരു അതിഥി വരുന്നുണ്ട്. ആര്? നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അമിതാഭ് ബച്ചൻ? അല്ല. ഷാരൂഖ് ഖാൻ? ആർച്ചേ, നിനക്ക് ഹിന്ദി സിനിമാ നടന്മാരുടെ പേര് മാത്രമേ അറിയൂ? എന്നാ പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ? കുന്തം. നമ്മുടെ ഇളയച്ചന്റെ മോള് മീനാക്ഷി, അവള് വരുന്നുണ്ട്. മീനാക്ഷിയോ? എന്താ കാര്യം? അവളെ PG കഴിഞ്ഞിട്ട് IAS കോച്ചിങ്ങിന് ഇവിടെ വരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാന്നൊക്കെ അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇപ്പോഴത്തെ ഈ ഹോസ്റ്റലൊന്നും ശരിയല്ല. ഈ പിള്ളേരും കൂട്ടുകെട്ടൊക്കെ ആയി കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോകാൻ വലിയ സമയമൊന്നും വേണ്ട. മാത്രമല്ല, നമ്മളിവിടെ താമസിക്കുമ്പോൾ എന്തിനാണ് ഹോസ്റ്റലിൽ പോയി നിൽക്കണേന്ന് ഞാൻ പറഞ്ഞു. ഈ കാര്യത്തിൽ അവളുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അതെ, അങ്ങനെ വലിയ കാര്യങ്ങൾ തീരുമാനം എടുക്കാനൊന്നും അവളായിട്ടില്ല. അവള് കൊച്ചു കുട്ടിയാണ്. IAS പഠിക്കാൻ പോകുന്ന കുട്ടിക്കാണോ തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത? അതെ, നീ എന്ത് പറഞ്ഞാലും ഇന്ന് മുതൽ 1 മാസത്തേക്ക് എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ. അവൾ എപ്പോഴാ വരുന്നേ? ഉച്ച കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. ഏതാണ്ട് 5 മണിയൊക്കെ ഇവിടെ എത്തും. ഹലോ സാർ. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം നോക്കിക്കൊണ്ടിരിക്കുക. സാറ് സ്റ്റേഷനിലൊന്നും പോയില്ലേ? പോണം. ഉണ്ണിയാർ ചേച്ചിയില്ലേ? പുറത്തോട്ടൊന്നും കണ്ടില്ല. അകത്ത് ഇഷ്ടംപോലെ സ്ഥലമുള്ളപ്പോൾ എന്തിനാ പുറത്തിറങ്ങിക്കണേ? ഞാനേ അങ്ങോട്ട് വരണം ഓർത്തിരിക്കുകയായിരുന്നു. സമയം കിട്ടിയില്ല. ഞാൻ ഇന്ന് അങ്ങോട്ട് വരാവേ. വേണ്ട, ഞാനിപ്പോൾ പോവും. ചേച്ചി ഉണ്ടാവുമല്ലോ അവിടെ. ചേച്ചി ഇപ്പൊ പോവും. ബെന്നി, എന്തോ? ഇപ്പൊ വരാവേ. ആ ചേച്ചി. ഇവ എനിക്ക് പണിയുണ്ടാക്കും. ആർച്ചേ, ഞാൻ ഒന്നുകൂടെ ആലോചിച്ചപ്പോഴാണ് നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മീനാക്ഷി ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് സേഫ്. എന്തു പറ്റി? അതേ, അപ്പുറത്തെ വീട്ടിലെ ആ വായി നോക്കി ചെറുക്കനിവിടെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. അവൻ ഇന്നലെ വന്നപ്പോൾ തന്നെ നിന്നെ പഞ്ചായത്ത് അടിച്ചുകൊണ്ടാണ് വന്നത്. അവനിവിടെ ഉള്ളിടത്തോളം കാലം മീനാക്ഷി സേഫ് അല്ല. സത്യം എന്തൊക്കെയാ പറയുന്നേ? അവൻ അവിടെയാണെങ്കിൽ നമുക്കെന്താ? അവനാള് കുഴപ്പക്കാരനാണ്. പക്ഷെ അവൻ ആ വീട്ടിലും മീനാക്ഷി ഈ വീട്ടിലും അല്ലേ? ആ വീടിന്റെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ ഈ വീടിന്റെ വരാന്ത കാണാം. അതുകൊണ്ടേ അത് വേണ്ട. അപ്പൊ പിന്നെ സത്യേട്ടൻ ഒരു കാര്യം ചെയ്യേ, അവളൊരു പെട്ടിയിൽ അടച്ച് ഒളിപ്പിച്ച് വെക്ക്. ആർച്ചേ, എന്റെ സത്യേട്ടാ, ബെന്നിയെ പേടിച്ച് അവളെ ഇവിടെ താമസിപ്പിക്കാതിരുന്ന പുറത്തിറങ്ങിയ 1000 ബെന്നിമാരുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അവള് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചതല്ലേ, അവിടെയൊക്കെ ഉണ്ടായിരുന്നില്ല ആൺകുട്ടികള്. ഇതുവരെ അവളൊരു പേരുദോഷം ഉണ്ടാക്കിയില്ലല്ലോ. അവള് നല്ല കുട്ടിയാ സത്യേട്ടാ.
അല്ലേ തന്നെ അവൾ ഇനി ഇവിടെ താമസിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഇളയച്ചൻ എന്ത് വിചാരിക്കും? നമുക്ക് ഇവിടെ താമസിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടെന്നല്ലേ? സത്യേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാറേ എന്നാ സാറിന്റെ യൂണിഫോം ഹരിദാസിന്റെ വീട്ടിൽ പോയി മേടിച്ചോണ്ട് വന്നാ. ഇനി യൂണിഫോം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് സാറിന്റെ ഗ്ലാമർ കുറയണ്ട. ഇതിന് കാശ് എത്രയാന്ന് ചോദിച്ചോ? അല്ലാതെ ഞാൻ ചോദിച്ചപ്പോൾ സാറിനോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അന്നേരം എനിക്കൊരു ട്രിക്ക് മനസ്സിലായത്. എന്ത് ട്രിക്ക്? അല്ല, സാറ് സ്ഥലം SA ആയതുകൊണ്ട് തയ്യക്കൂലി ചിലപ്പോൾ ഇളവ് കാണുമായിരിക്കും. ഇനി ഞാനത് അറിഞ്ഞാലോ എന്ന് ഓർത്തായിരിക്കും സാറിനോട് നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞത്. പവിത്ര, അങ്ങനെ ഇളവ് പറ്റുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ഞാൻ അത്രക്കാരനല്ല കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ സാറേ? അല്ലേ, വേറൊരു കാര്യം പറയാനുണ്ട് പവിത്ര. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഇളയച്ചൻ്റെ മോള് മീനാക്ഷി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാണോ പ്രശ്നം? സാധാരണഗതിയിൽ അത് പ്രശ്നമല്ല, പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യം വെച്ചിട്ടത് പ്രശ്നമാണ്. സാർ എന്നാ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പവിത്ര, അപ്പുറത്ത് ആ ബെന്നി എന്ന് പറഞ്ഞൊരു വായി നോക്കി ഇവിടെ ഉണ്ടല്ലോ, അവനിവിടെ ഉള്ള സ്ഥിതിക്ക് മീനാക്ഷി ഇവിടെ വന്ന് നിൽക്കുന്നത് പ്രശ്നമാണ്. എൻ്റെ സാറേ, ഈ മീനാക്ഷി സാറിൻ്റെ അനിയത്തിയല്ലേ? അവൻ്റെ അടവൊന്നും അവളുടെ അടുത്ത് ചിലവാകുമല്ല. പവിത്ര, അവൾ കൊച്ചു കുട്ടിയാണ്. മനസ്സിനൊരു ചാഞ്ചാട്ടം വരാൻ വലിയ സമയമൊന്നും വേണ്ട. ആ വായി നോക്കിയാണെങ്കിൽ പെണ്ണുങ്ങളെ വളയ്ക്കുന്ന കാര്യത്തിൽ ആ മൃഗഡോക്ടറെക്കാളും ഡോക്ടറേറ്റ് എടുത്തോനാ. ഇന്നലെ തന്നെ ഇവിടെ വരുന്ന വഴിക്ക് ഞാൻ നിൽക്കുന്നത് പോലും നോക്കാതെ ആർച്ചയെ വളയ്ക്കാൻ നോക്കിയവൻ. അങ്ങനെയുള്ളടുത്ത് മീനാക്ഷി വന്ന പ്രശ്നമല്ലേ പവിത്ര? ശരി, അങ്ങനെ വന്നു അത് വലിയ പ്രശ്നം. അത് പടക്കത്തിൻ്റെ അടുത്ത് തീപ്പെട്ടി കൊണ്ട് വെച്ച പോലെ ഇരിക്കും. അതെ, എൻ്റെ ഉള്ള സമാധാനം പോയിരിക്കുക. എന്തെങ്കിലും വഴിയൊന്ന് പറഞ്ഞാടാ. ആലീസേ, ആ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തേ? സത്യേട്ടന്റെ ഇളയച്ചന്റെ മകൾ ഒരു മീനാക്ഷിയുണ്ട്. MA കഴിഞ്ഞ് നിൽക്കുക. അവള് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് വരും. ആണോ? സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാലേ ഒരുപാട് പഠിക്കാനുണ്ടാവും. സത്യേട്ടൻ പറഞ്ഞു അവള് ഹോസ്റ്റലിൽ നിൽക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാ മതിയെന്ന്. മീനാക്ഷി പഠിക്കാൻ പിടിക്കുക. അവൾക്ക് MAക്ക് റാങ്ക് ഉണ്ടായിരുന്നു. സിവിൽ സർവീസ് കിട്ടുമെന്ന് ഉറപ്പാണ് അവക്ക്. കുടുംബത്തിലൊരു IAS കാരി ഉണ്ടാവെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ആലീസേ? ഓ, അതത്ര വലിയ കാര്യമാണോ? ഞങ്ങളുടെ കുടുംബത്തെ എത്ര IAS കാരുണ്ടെന്നറിയോ? ഉണ്ടോ? ആരാ? പിന്നെ എൻ്റെ ഒരു അങ്കിള്, പിന്നെ എൻ്റെ ഒരു ആന്റിയുടെ മോൻ, എല്ലാവരും IAS കാരാ. മീനാക്ഷിക്ക് IAS വരെ IPS മതി എന്നെങ്ങാനും പറഞ്ഞാലാണ് തമാശ. അവസാനം സത്യം അവള് സല്യൂട്ട് അടിക്കേണ്ടി വരും. ശരി, എന്നാലും എനിക്ക് അടുക്കളയിലെ കുറച്ച് പണിയുണ്ട്. അല്ല, ബെന്നിയില്ലേ? ആളെ പുറത്തൊന്നും കണ്ടില്ല. ആളധികം പുറത്തൊന്നും ഇറങ്ങാറില്ലേ? ബെന്നി മാത്രല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാരും അത്യാവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങി സംസാരിക്കാറുള്ളൂ. ശരി കേട്ടോ, എന്നാ ചെല്ലട്ടെ. അലിയ, ഈ ഓറഞ്ച് തന്നെ ശരിയാക്കണം നിർബന്ധമുണ്ടോ? ചോപ്പായാലോ? എടാ, നിനക്ക് ഇഷ്ടമുള്ള ചെയ്. ഏതെങ്കിലും ഒരെണ്ണം മതി, നീ ചെയ്താൽ മതി. എന്നാ പിന്നെ പച്ച ചെയ്യ. ഫാമിലി ആയിട്ട് എങ്ങനെയാണ്? എൻ്റെ മോളെ കുറിച്ച് ഇപ്പൊ ഓർത്തേ ഉള്ളൂ. ഇച്ചായ, എന്നാടി ഒരു സംഭവം അറിഞ്ഞാ? അപ്പുറത്തെ സത്യപാലൻ സാറിന്റെ അനിയത്തി അവിടെ നിൽക്കാൻ വേണ്ടി വരുന്നു. ഉണ്ണിയാർച്ചയാ പറഞ്ഞത്. ഞാനെന്താ? അതിനെന്താ, ഒന്നുമില്ലേ? ഒന്നുമില്ല. ഉണ്ട്. എന്ത്? എന്റെ പൊന്നിച്ചായ, അതിന്റെ പേരിൽ എന്തൊരു തള്ളായിരുന്നെന്നറിയോ? ആ കൊച്ചേ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് വരുവാ. കോച്ചിങ്ങിന് വരുമ്പോ ഇത്രയും തള്ളാണെങ്കിൽ IAS എങ്ങാനും കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്റെ അമ്മോ, നമുക്കൊന്നും ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല കേട്ടാ. അതിനിപ്പോ എന്താ ചേച്ചി, IAS കിട്ടാൻ വലിയ കാര്യല്ലേ? ആണോ? ആണോ? പഠിക്കാനല്ലേ വരുന്നത്? കിട്ടിയിട്ടില്ലല്ലോ. ഒരു 50,000 പേരെങ്കിലും പരീക്ഷ എഴുതാനും ഉണ്ടാവും. അതിൽ മിടുക്കരായിട്ടുള്ള ഒരു 1000 പേർക്ക് കിട്ടും. എന്തായാലും ഈ പെങ്കൊച്ച അതിലൊന്നും ഉണ്ടാവാൻ പോണില്ല. നിനക്ക് ആ കൊച്ചിനെ നേരിട്ട് അറിയാവോ? ഇല്ല. എന്തിനാടി അറിയാത്ത ഒരു കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയുന്നേ? ആര് പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന്? നിനക്ക് എങ്ങനെ അറിയാവുന്ന? പേര് മീനാക്ഷി. അതുകൊണ്ട് പേര് കേട്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം ആളുടെ സ്വഭാവമൊക്കെ മനസ്സിലായി. ചാരു എന്നോട് എല്ലാം പറഞ്ഞു. ചാരുവാ? ആ, അവക്ക് എങ്ങനെ അറിയാം? ഈ ഉണ്ണിയാർച്ച ചാരുവിനോട് വിശദമായിട്ട് ഈ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞു. എന്റെ ഇച്ഛായ, എടാ, ഈ പെങ്കൊച്ച് മഹാമോശക്കാരിയാന്ന്. എന്റെ പൊന്നാലീസെ, അറിയാൻ പാടില്ലാത്ത കുട്ടിയെ കുറിച്ച് എന്തിനാടി ഇങ്ങനെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ ബെന്നി, നിന്റെ ചേച്ചിക്ക് എന്തിന്റെ കേടാടാ? ചേച്ചി പറയട്ടളിയാ, കേൾക്കാൻ നല്ല രസമില്ലേ? ഒരു ഫാമിലി തന്നെ. ഞാൻ പറയുന്നതായിരിക്കും കുറ്റം. എന്റെ ഇച്ഛായ, ഈ പെങ്കൊച്ച് +2 പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന സാറിനെ കേറി പ്രേമിച്ച്. അടിപൊളി. ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ കറങ്ങാവുന്ന സ്ഥലങ്ങളിൽ മൊത്തം കറങ്ങി നടന്ന് അവസാനം വീട്ടിൽ പിടിച്ച്. ഇങ്ങോട്ട് നോക്കടാ, വീട്ടിൽ പിടിച്ചു കഴിഞ്ഞപ്പോ ഈ വീട്ടുകാരെന്താ ചെയ്തതെന്നറിയോ? ഗുണ്ടകളെ വിട്ടിട്ട് ആ സാറിന്റെ കയ്യും കാലും തല്ലി ഓടിച്ച്.
അച്ചടാ. ആ എന്റെ ആലീസ് ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ അപരാധം പറയാ, നീ എണീറ്റ് പോയേ. ഫസ്റ്റ് ഞാൻ പറയുന്നതാണോ കുഴപ്പം? കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ? നീ എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരുന്ന് പറയും. അല്ലല്ലല്ലേ, ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു, അത് ഞാൻ എവിടെയാണെങ്കിലും പറയും. എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്ന് പറഞ്ഞോ, എനിക്ക് വേറെ ജോലിയുണ്ട്. തേടെ. നിങ്ങളൊരു ഫാമിലി അല്ലേ, പരസ്പരം നന്നായിട്ട് മനസ്സിലാവും. എടാ ബെന്നി, ഓ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ ഫാമിലി മൊത്തം മോശക്കാരാന്ന്? ആ, അതെങ്ങനെയാ? സ്വന്തം ഭാര്യനെ കയറൂര് വിട്ടേക്കുന്നതാണ് ആ മനുഷ്യൻ. അയാൾക്ക് എങ്ങനെ പെങ്ങളുടെ കാര്യത്തിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടാവുമോ? പിന്നൊരു കാര്യം, നീ സൂക്ഷിച്ചോണം. ഞാനോ? പിന്നെ ഞാനാ? ആ പെണ്ണ് കണ്ണും കയ്യും കാണിച്ച് നിന്നെ വശത്താക്കാൻ നോക്കും, നീ അതിലൊന്നും ചെന്ന് ചാടിയേക്കരുത്. നീ അതിലൊന്നും ചെന്ന് ചാടത്തില്ലെന്ന് എനിക്കറിയാം, കാരണം നീ ആലീസിന്റെ അനിയനാണല്ലോ. പക്ഷെ എന്നാലും പെണ്ണൊരും പെട്ടാന്ന് നീ കേട്ടിട്ടില്ലേ? നീ സൂക്ഷിച്ചോണേ. ശരി, ഞാൻ സൂക്ഷിച്ചോളാം. പോരി. അത് മതി. ഓരോ വയ്യാവേലികൾ നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ വരുമല്ലോ എന്നുള്ളത്. പൂക്കുഞ്ഞെ, ഈ പവിത്രം പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ പടക്കത്തിൻ്റെ അടുത്ത് തീപ്പെട്ടി ഇരിക്കുക എന്ന് പറയുന്നത് അത് അത്ര സേഫല്ല. എന്ന് പറഞ്ഞിട്ട് ഇപ്പം മീനാക്ഷിയുടെ വരവ് മുടക്കാനും പറ്റില്ല. സാർ എന്തിനാണ് സാറേ പേടിക്കുന്നത്? നമ്മളെ വീടിന്റെ അയൽപക്കത്തെല്ലാം ബെന്നിയെ കണക്കുള്ള ചെറുപ്പക്കാരുണ്ട്, അവിടെയൊന്നും പ്രശ്നമില്ലല്ലോ. അങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല പൂക്കുഞ്ഞെ. മീനാക്ഷി ഒരു പാവ. ഈ ബെന്നി എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനൊരു പ്രൊഫഷണൽ വായി നോക്കിയാ. അവനാണെങ്കിൽ കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ദുർബല നിമിഷം മതി ഈ പെൺകുട്ടിയുടെ മനസ്സ് മാറാൻ. അല്ല, ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണ് സാർ പറയുന്നത്? ഈ വീട്ടിൽ ഉള്ളപ്പം പ്രശ്നമില്ല, കാരണം ഞാൻ വീട്ടിലുണ്ടാവും രാവിലെയും വൈകിട്ട്. അതെ. പക്ഷെ അവൾ കോച്ചിങ്ങിന് പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയവുമാണ് പ്രശ്നം. ഇപ്പം എൻ്റെ കൂടെ വന്നെങ്കിൽ ഞാൻ രാവിലെ വരുമ്പോൾ ഇവിടെ കൊണ്ടുവരാം, ഞാൻ അവിടെ ആകാം, അങ്ങനെ ചെയ്യാം. അതെ അതെ അതെ. പൂകുഞ്ഞേ, ഞാൻ ആലോചിച്ചിട്ടേ രാവിലെ ഞാൻ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ജീപ്പ് ഞാൻ പൂക്കുഞ്ഞിന് അങ്ങ് തരാം. എന്തിന്? പൂക്കുഞ്ഞ് പോയിട്ട് നേരെ മീനാക്ഷിയെ എടുത്ത് അവിടെ കോച്ചിങ് സെൻറ്ററിൽ കൊണ്ട് വിടുക. വൈകുന്നേരം അതേ സമയമാകുമ്പോൾ തിരിച്ച് വിളിച്ച് വീട്ടിൽ കൊണ്ട് വിടുക. അതാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ല സാറേ, ഡിപ്പാർട്ട്മെന്റ് വണ്ടിയെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാന്ന് സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് പേഴ്സണൽ കാര്യമാണെന്ന് ആര് പറഞ്ഞു പൂക്കുഞ്ഞ്? ഒരു പെൺകുട്ടിയെ ഒരുത്തൻ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് സംശയമുണ്ട്. അത് ഒഴിവാക്കാനുള്ള മുൻകരുതൽ എടുക്കാനുള്ള അധികാരം പോലീസിനുണ്ടല്ലോ. പക്ഷേ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് എസ്ഐയുടെ പെങ്ങളാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എസ്ഐയുടെ പെങ്ങളാണെങ്കിൽ തട്ടിക്കൊണ്ട് പൊക്കോട്ടെ എന്നാണോ ഞാൻ പറയുന്നത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ? എന്നാ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ താനങ്ങ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചിലവിൽ നടന്നത് വേണ്ട. ഡീസൽ അടിക്കാനുള്ള കാശും തൻ്റെ രാവിലെയും വൈകിട്ടുമുള്ള കാലിച്ചായയുടെ പൈസ ഞാനങ്ങ് തന്നേക്കാം. സാറേ, കാലിച്ചായ മാത്രമുള്ള കടിയൊന്നുമില്ലേ? താൻ മാസം കൃത്യമായിട്ട് ശമ്പളം വാങ്ങുന്നില്ലേടോ? ഒരു കടിയെങ്കിലും സ്വന്തം കാശ് കൊടുത്ത് മേടിച്ച് കഴിച്ചൂടെ? പോലീസുകാരെ പറയിപ്പിക്കാനായിട്ട്. പറഞ്ഞ പോലെ കേട്ടാ. ഓ, സാറ് നല്ല പേടിച്ചിരിക്കുകയാണ് കേട്ടാ. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ മീനാക്ഷി പോകുന്നിടം വരെ സാറ് ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരും. സാറിങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്കൊക്കെ നല്ല വിവരമുണ്ട്. ഉടായി പാമ്പിളരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തിരിച്ചറിയാം. മീനാക്ഷിയുടെ പ്രായത്തിൽ എനിക്ക് അന്ന് ആ വിവരം ഇല്ലാതെ പോയി. അതിൻ്റെയാ ഞാൻ ഇന്ന് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല അനുഭവിക്കുന്നത്. എൻ്റെ അമ്മ അന്ന് എന്നോട് 100 വട്ടം പറഞ്ഞതാ ഈ ബന്ധം വേണ്ട വേണ്ടാന്ന്. ഞാൻ കേട്ടില്ല. അനുഭവിക്കുക തന്നെ, അല്ല എന്താ ചെയ്യാ? അയ്യോ, നിങ്ങളുടെ അമ്മയുടെ വിശേഷമൊന്നും പറയണ്ട. അവരൊറ്റ ഒരാൾ കാരണമാണ് ഇന്ന് ഞാൻ ഇത്രയും കിടന്ന് അനുഭവിക്കുന്നത്. 24 മണിക്കൂറും മോന്റെയും മരുമോളെയും ചുറ്റിപ്പറ്റി നടക്കും. ഒരു കാര്യം പറയാനോ ചോദിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. കേട്ടോ കുഞ്ഞേ, രാത്രിയിലേ അവര് വന്ന് ഞങ്ങളുടെ ഇടയിൽ വന്ന് കിടക്കുമെന്ന് വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. അല്ല, നാളെ മുതലേ മീനാക്ഷിയെ കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോകേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതും എൻ്റെ ഡ്യൂട്ടിയാണ്. ഒരാളിനോട് പോലും സംസാരിക്കാതെ നോക്കണമെന്നാ മുകളിൽ നിന്നുള്ള ഓർഡർ. ഇങ്ങനെ പെമ്പിള്ളരെ പൂട്ടി വെക്കുമ്പോഴാണ് പെമ്പിള്ളർക്ക് ചാടിപ്പോവാനുള്ള ടെൻഡൻസി കൂടുതൽ ഉണ്ടാവുന്നത്. നോക്കിക്കേ കുഞ്ഞേ, സാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതാവുമ്പോ ആ പെങ്കൊച്ച് ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോവും. അയ്യോ, എൻ്റെ പൊന്നിലെ സാറേ, നാക്കിട്ട് വിളക്കല്ലേ. അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സാറ് കൊല്ലും, കണ്ടോ? ഇവിടെ അത് ഒടുക്കത്തെ കരുതാക്കും, അത് സംഭവിക്കും. അയ്യോ, എങ്ങനെ? അല്ല സാർ, ആ മണി 5 മീനാക്ഷി കണ്ടില്ലല്ലോ ആർച്ചേ. അവള് വരട്ടെ സത്യേട്ട ഇങ്ങനെ ആദ്യം പിടിക്കാതെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും അപ്പുറത്തെ വായി നോക്കി ചെറുക്കനായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. പറ്റുവാണെങ്കിൽ അവളെ ഈ വരാന്തേ പോലും ഇറങ്ങാൻ സമ്മതിക്കരുത്. ഇതൊക്കെ സത്യേട്ട തന്നെ അവളോട് പറഞ്ഞാൽ മതി. ഇവിടെ ആരും ഇല്ലല്ലോ.
ആരും ഇല്ലാതെ പിന്നെ കോളിംഗ് ബെല്ല് തനിയെ കേൾക്കുമോ? ഇതേ ആരോ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഓടിക്കളഞ്ഞതാണ്. ഇങ്ങനെ അസുഖമുള്ള കുറേ അവന്മാരുണ്ട്, ആലവലാദികൾ. അവനെ കണ്ട് കൈ കിട്ടിയോണ്ടല്ലോ ഇടിച്ചവൻ്റെ സൂപ്പ് ഞാൻ എടുക്കും. എസ്ഐയുടെ വീട്ടിൽ കയറി കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഓടാനുള്ള ധൈര്യം ആർക്കാന്നാ ഞാൻ ആലോചിക്കുന്നത്. എസ് ഐയുടെ വീടാണെന്ന് അറിയാൻ പാടില്ലാത്ത ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് ഈ കോളിംഗ് ബെല്ല് അടിക്കാം കേട്ടോ. ഓ കണ്ടടായി ആ മീനാക്ഷി, നീയാണോടി ഈ കുരുത്തക്കേട് മുഴുവൻ കാണിച്ചത്? കുരുത്തക്കേടോ? നീ എന്താ വരാൻ വൈകുന്നതെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു സത്യേട്ടൻ. അതിന് ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഈ ഏട്ടന് വട്ട. അത് വാസ്തവം. പക്ഷെ നീ കുറച്ച് ലേറ്റ് ആയി. ഒരു 10 മിനിറ്റ്. ആയല്ലോ. അല്ല ബസ്സിലൊക്കെ അല്ലേ വരുന്നത്. ഓ ബാ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാ. മോളെ, പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നല്ലേ അല്ലേ? ഏട്ടനെ വളരെ ഗൗരവമുള്ളൊരു കാര്യം മോളെടുത്ത് പറയാൻ പോവാ. മോള് ആ വീട് കണ്ടോ? അവിടെ താമസിക്കുന്നത് 2 ഭൂലോകമായി നോക്കിയാളാണ്. ഒന്ന് ഒരു 10-35 വയസ്സ് പ്രായം വരും, മൃഗഡോക്ടറാണ്. രണ്ടാമത്തെ ഒരു 10-25 വയസ്സ് പ്രായം വരും. രണ്ടും ഏത് നേരവും ആ വരാന്തയെ തന്നെ കാണും. മോളൊന്ന് സൂക്ഷിച്ചോളണം കേട്ടോ. പ്രത്യേകിച്ച് ആ ചെറുതിനെ, അവൻ്റെ പേര് ബെന്നി എന്നെങ്ങാണ്ടാണ്. അവനാണ് ഏറ്റവും കുഴപ്പക്കാരൻ. അവന് പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു കിണുകിണുപ്പ. ചേട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. മീനാക്ഷി, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞു. അവിടുത്തെ ചെറിയ വായി നോക്കിയുണ്ടല്ലോ, അവൻ ഭൂലോക ഫ്രോഡാണ്. ഏതാണ്ട് നിന്റെ പ്രായമാണ് അവനും ഉള്ളത്. പഠിച്ചിരുന്ന സമയത്ത് കോളേജിൽ പഠിപ്പിച്ച ടീച്ചർക്ക് പ്രേമലേഖനം കൊടുത്തവനാണ് അവൻ. സത്യപാലൻ സാറേ, ആ ഇതാണ് ഞാൻ പറഞ്ഞ അവിടുത്തെ വലിയ വായി നോക്കി. ജോർജ് കുട്ടി എന്നാ പേര്, മൃഗഡോക്ടറാണ്. മീനാക്ഷി അല്ലേ? ആ ആ മീനാക്ഷി വരുമെന്ന് ആലീസ് പറഞ്ഞായിരുന്നു. ഇപ്പോഴാ വന്നേ? അതെ, അവിടെ ഇപ്പൊ വന്നതേ ഉള്ളൂ. എങ്ങനെയാ വന്നേ? സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടേ, ബസ്സിൽ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. MA റാങ്ക് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. നീ ഇപ്പൊ അടുത്ത സിവിൽ സർവീസ് ആയിരിക്കുമല്ലോ. അതെ അതെ ആണ്. IAS ആണോ IPS ആണോ അതോ IFS എന്താ പ്ലാന്? അത് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ ജോർജ് കുട്ടി, മൃഗഡോക്ടറാ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ ഇത് ആലീസ്, എന്റെ വൈഫ്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതാ, ക്ഷീണം ഉണ്ടാവും കൊച്ചിന്. ശരി എന്നാ. മീനു, ബെന്നി, നിന്റെ കാര്യമാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നേ. നീ എന്താ ഇവിടെ? ഇതിന്റെ ചേച്ചിയാ ആലീസ്. ഞാനിവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്ന. ഞാനിവിടെ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് വന്നതാ. അത് ചേച്ചി പറഞ്ഞു. അല്ല, പക്ഷെ ചേച്ചി പറഞ്ഞ മീനാക്ഷിയാണെന്ന് നീ എന്തോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബെന്നിന്ന് ഒരാളുണ്ടെന്ന് ഏട്ടനും പറഞ്ഞു, പക്ഷെ അത് നീയാണെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങള് പഴയ പരിചയക്കാരാണോ? പിന്നെ ഡിഗ്രിക്ക് 3 കൊല്ലം ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. അന്നിറങ്ങി എല്ലാ പടങ്ങളും ഞങ്ങൾ ഒരുമിച്ച് പോയാ കണ്ടോണ്ടിരുന്നേ അല്ലേ മീനു? നമ്മുടെ കേരള ബേക്കറിയിലെ ഐസ്ക്രീമിന്റെ രുചി, എന്റെ പൊന്നെ, എന്റെ നാവിന്റെ തുമ്പത്ത് ഇപ്പോഴും ഉണ്ട്. ഓർക്കുന്നുണ്ടോ? അത് ശരിയാ. എന്തായാലും നീ വന്ന് വളരെ നന്നായി. ഞാൻ ഇവിടെ ആകെപ്പാടെ ബോറടിച്ച് വർത്താനം പറയാനും ആരും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. നമ്മക്കിനി അങ്ങോട്ട് തകർക്കണം. പിന്നല്ലാതെ. മോനെ ബെന്നി, നീ ഒന്ന് അകത്തോട്ട് വന്ന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്നെ വാടാ മോനെ. കൂടുതൽ ഇവിടെ നിർത്തണ്ട. പിന്നെ ശരി. ഇരിക്കണോടെ. നീ പറഞ്ഞൊക്കെ നേരാണോ? എന്ത്? ഐസ്ക്രീം കഴിക്കാനും സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്? അത് നേരാ. വേറെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ചേച്ചി, ഈ മീനുവിനെ പറ്റിയാണോ ചേച്ചി മുമ്പേ എന്തൊക്കെ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? അല്ല, ഈ പഠിപ്പിക്കാൻ പോയ സാറുമായിട്ടുള്ള അതൊന്നും ഞാനല്ലല്ലോ പറഞ്ഞത്, ചാരുവല്ലേ പറഞ്ഞത്. ദേ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഴയ ബന്ധത്തിന്റെ പേരിൽ സൗഹൃദം പുതുക്കാനായിട്ട് ഇനി അവളുമായിട്ട് സിനിമ കാണാനും ഐസ്ക്രീം കഴിക്കാനും പോകാനാണ് നിന്റെ പ്ലാനെങ്കിൽ അതൊന്നും ഇവിടെ നടക്കത്തില്ല.
പിന്നെ വേറൊരു കാര്യം കൂടെ, എന്നോട് ചോദിക്കാതെ നീ ഇനി ആ വരാന്തെ പോലും ഇറങ്ങി പോരുത് കേട്ടല്ലോ. അത് തന്നെ.